നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീതി കോര, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഡയറക്ടർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിലെ അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. സ്ത്രീകളിൽ സാധാരണമായി കാണുന്നത് രണ്ട് തരം ഇൻഫെക്ഷൻസ് ആണ്. ഒന്ന് യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായ അണുബാധ, പിന്നെ മറ്റൊന്ന് പെൽവിക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഗർഭാശയത്തിലെ അണുബാധ. ഇന്ന് നമുക്ക് മൂത്രാശയ സംബന്ധമായ അണുബാധകളെ കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ എന്തുകൊണ്ടാണ് മൂത്രാശയ അണുബാധകൾ ഉണ്ടാവുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്ത്രീകളുടെ മൂത്രനാളം പുരുഷന്മാരെക്കാൾ ചെറുതായതിനാൽ ബാക്ടീരിയയ്ക്ക് അതിൽ വേഗം കടന്നു കയറുവാനായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കുവാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് സ്ത്രീകൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ട് അണുബാധകൾ കൂടുതലായി കാണാറുണ്ട്. ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാതെ സ്ത്രീകൾ പലപ്പോഴും മൂത്രം പിടിച്ചു വെക്കുന്നത് സാധാരണമാണ്. ടോയ്ലറ്റിലുള്ള സൗകര്യം കുറവായതിനാലായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതുമൂലം അണുബാധകളുടെ സാധ്യത കൂടുതലായി കാണാറുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മൂലവും കൂടുതൽ അണുബാധകൾ ഉണ്ടാകാറുണ്ട്. വ്യക്തി ശുചിത്വം പ്രൈവറ്റ് പാർട്സിൽ ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യാത്തതുകൊണ്ടും ഇൻഫെക്ഷൻസ് കൂടുതലായി കാണുന്നു. അടുത്തതായി മൂത്രത്തിൽ പഴുപ്പിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അടിവയറ്റിൽ വേദന ഉണ്ടാവുക, മൂത്രം അടിക്കടി പോകണമെന്ന് തോന്നുക, അതുപോലെ തന്നെ നടുവേദന, പനി, മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ കളർ വ്യത്യാസം കാണുക, ചിലർക്ക് അതിൽ രക്തത്തിന്റെ അംശം കാണാം, അതുപോലെ തന്നെ മൂത്രത്തിന് കൺട്രോൾ പോവുക, ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ അറിയാതെ പോവുക. ഇതെല്ലാം മൂത്രത്തിൽ പഴുപ്പിന്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത ലാബിൽ പോയി യൂറിൻ പരിശോധിക്കാൻ കൊടുക്കണം. യൂറിൻ റുട്ടീനും യൂറിൻ കൾച്ചർ ടെസ്റ്റും, ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണമായി ചെയ്യുന്ന മൂത്ര പരിശോധനകൾ. ഇതിനകത്ത് മൂത്രത്തിൽ പഴുപ്പുണ്ട് എന്ന് ഉറപ്പാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നാച്ചുറൽ റെമഡീസ് ഉണ്ട്. 25 മുതൽ 40% സ്ത്രീകൾക്കും അൺകോംപ്ലിക്കേറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ സുഖപ്പെടാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന എന്തെല്ലാം എന്ന് നോക്കാം. ധാരാളമായി വെള്ളം കുടിക്കുക. ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിലൂടെ ബാക്ടീരിയനെ ഫ്ലഷ് ഔട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അടിക്കടി മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുന്നവർക്ക് ക്രാൻബെറി ജ്യൂസും വളരെ നല്ലതാണ്. ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളാണ്, നമ്മൾ ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക. ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രിങ്കുകളാണ് സോഡ, ആൽക്കഹോൾ, അതുപോലെ തന്നെ അസിഡിക് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ, ഒത്തിരി സ്പൈസി ഫുഡ്, ഇവയെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷെ ഡെഫിനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആന്റിബയോട്ടിക്സ് ആണ്. ഒരു ശരാശരി 5 to 7 days ആന്റിബയോട്ടിക് കോഴ്സാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മൈൽഡ് ഇൻഫെക്ഷന് ചിലപ്പോൾ സിംഗിൾ ഡോസ് ഫോസ്ഫോമൈസിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് ആണെങ്കിലും മതിയാകും. പക്ഷെ ഇതിനായി നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറിനെ കാണണം. അടുത്തതായി നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് നോക്കാം. യൂറിനറി ഇൻഫെക്ഷൻ ലോവർ യൂറിനറി ട്രാക്റ്റിൽ നിന്നും കിഡ്നി, അതായത് അപ്പർ യൂറിനറി ട്രാക്റ്റിലേക്ക് ബാധിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും. അങ്ങനെ കിഡ്നിയെ ബാധിക്കുമ്പോൾ അത് കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിക്കുകയും കൂടുതൽ സീരിയസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് പ്രായമുള്ള സ്ത്രീകൾക്ക് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായി മാറാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റെഡ് ഫ്ലാഗ് സൈൻസ്. യൂറിനറി ഇൻഫെക്ഷൻസ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നാച്ചുറൽ റെമഡികളായിട്ട് ഇരിക്കാതെ റെഡ് ഫ്ലാഗ് സൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഡോക്ടറിനെ കാണണം. കാരണം അത് മറ്റൊരു സീരിയസ് പ്രശ്നത്തിന്റെ ലക്ഷണങ്ങളാകാം. റെഡ് ഫ്ലാഗ് സൈൻസ് ആണ് രക്തത്തിന്റെ അംശം മൂത്രത്തിൽ കാണുക, മൂത്രത്തിന്റെ ഫ്ലോ ഒരു നന്നായിട്ട് പോകാതെ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക, അതുപോലെ സിവിയർ ആയിട്ടുള്ള വയറുവേദനയും ബാക്ക് പെയിനും ഉണ്ടാവുക. ഈ ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറിനെ കാണണം. അടുത്തതായി നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ, അതായത് റിക്കറന്റ് യൂറിനറി ഇൻഫെക്ഷൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നോക്കാം. ഒരു വർഷത്തിൽ 3 തവണയിൽ കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ റിക്കറന്റ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് വിളിക്കും. അങ്ങനെയുള്ളവർ തീർച്ചയായും യൂറിൻ കൾച്ചർ ചെയ്ത് ഏത് തരം ബാക്ടീരിയ ആണ് അതിലുള്ളതെന്ന് നോക്കി അതനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് എടുക്കണം. ചിലർക്ക് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് റെഗുലറായി പ്രൊഫൈലാക്റ്റിക് കൊടുക്കാറുണ്ട്, അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനും കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതും ഉപയോഗപ്രദമായിരിക്കും. അടുത്തതായി നമ്മൾ നോക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ, അതായത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഒന്നാമതായി ചെയ്യേണ്ടത് നിങ്ങൾ ധാരാളമായി വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിലൂടെ ബാക്ടീരിയ ഫ്ലഷ് ഔട്ട് ചെയ്ത് ഇൻഫെക്ഷൻസിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. റെഗുലറായി മൂത്രം ഒഴിക്കുക. നമ്മൾ ടോയ്ലറ്റിന് സൗകര്യം നോക്കി മൂത്രം പിടിച്ചു വെക്കാതെ റെഗുലറായി ടോയ്ലറ്റിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും ശേഷവും മൂത്രം ഒഴിക്കുന്നതും വളരെ നല്ലതാണ്. പ്രൈവറ്റ് പാർട്സ് എപ്പോഴും വൃത്തിയായി ക്ലീനായി സൂക്ഷിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം.
സ്ത്രീകളിൽ വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് മൂത്രാശയ സംബന്ധമായ അണുബാധ. ഇത് വരാതിരിക്കുവാനായി നമുക്ക് ചെയ്യാവുന്ന പ്രതിവിധികളാണ് ധാരാളമായി വെള്ളം കുടിക്കുക, ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുക, അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സ് വൃത്തിയായി സൂക്ഷിക്കുക. ഇവയെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി മൂത്രപ്പഴുപ്പ് ഉണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും ഒരു ഡോക്ടറിനെ കണ്ട് ആന്റിബയോട്ടിക്സ് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ രക്തത്തിന്റെ അംശം മൂത്രത്തിൽ കാണുക, അതുപോലെ തന്നെ മൂത്രം ശരിക്കും പോകാതെ ഫ്ലോയിൽ തടസ്സം വരിക, ഇവയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു യൂറോളജിസ്റ്റിനെ കാണേണ്ടതാണ്. ഈ ആന്റിബയോട്ടിക് കഴിച്ചിട്ട് പിന്നെയും റിക്കറന്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കോവിഡ് സമയത്ത് കൂടുതലായും സ്ത്രീകളിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് അവരുടെ തിരക്കിന്റെ ഇടയ്ക്ക് ഡോക്ടറിനെ കാണാൻ മറന്നു പോകാറുള്ളത് കൊണ്ടും സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഈയിടെ കൂടുതലായി കാണുന്നു. അതിനാൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.